അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. നമുക്ക് തന്നെ നാം ശ്രേഷ്ഠന്മാർ എന്ന് തോന്നിയിട്ടുണ്ടോ? കൊരിന്തിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ചില തോന്നലുകൾ ഉണ്ടായി. അതിൻ്റെ ഫലമായി അവർ ഭിന്നപക്ഷക്കാരും മറ്റുള്ളവരെ സ്നേഹിക്കാനും ശ്രേഷ്ഠന്മാരെന്ന് ചിന്തിക്കാനും കഴിയാത്തവരുമായി. ക്രമേണ ദുർനടപ്പും വിഗ്രഹാരാധനയും അവരിൽ ഇടം പിടിച്ചു. തങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് ചിന്തിച്ച് അവർ തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചു. തങ്ങൾ പ്രാപിച്ച കൃപാവരങ്ങൾ പോലും മറ്റുള്ളവരുടെ ആത്മീയ വർധനവിനായി ഉപയോഗിക്കാനാകാതെ താൻ വലിയവനെന്ന് കാണിക്കാനായി ഉപയോഗിച്ചു. മരണാനന്തര പുനരുദ്ധാനത്തെക്കുറിച്ച് പോലും അവർ സംശയാലുക്കളായി. ഈ പശ്ചാത്തലത്തിലാണ് 1.5 വർഷം താൻ താമസിച്ച് സുവിശേഷം അറിയിച്ച കൊരിന്തിലെ സഭയോട് വളരെ വേദനയോടും ദുഃഖത്തോടും കോപത്തോടും കൂടെ പൗലോസിന് ഇതെഴുതേണ്ടി വന്നത്. കർത്താവ് അവരെ വിളിച്ചപ്പോഴുള്ള അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പൗലോസ് ആവശ്യപ്പെടുന്നു. അവർ ജ്ഞാനികളോ കുലീനന്മാരോ ബലവാന്മാരോ ഒന്നും ആയിരുന്നില്ല. അവർക്കിപ്പോഴുണ്ടെന്ന് തോന്നുന്നതെല്ലാം ദൈവം തൻ്റെ കൃപയാൽ നൽകിയതാണ്. ആകയാൽ അതിലൊന്നും പ്രശംസിപ്പാൻ കഴിയുകയില്ല. ഇതുപോലെ നമുക്കും ഒന്ന് തിരിഞ്ഞു നോക്കാം. ഏതവസ്ഥയിൽ നിന്ന് എവിടെ നിന്നാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയാം. പാപാന്തകാരത്തിലും പിശാചിന്റെ അടിമത്തത്തിലും നിന്ന് ദൈവം നമ്മെ വിളിച്ചത് തന്നെ സ്നേഹിച്ച് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കഴിവിലോ പദവിയിലോ ഒന്നും നമുക്ക് പുകഴുവാനില്ല. സകലത്തിനും ദൈവമത്രേ കാരണഭൂതൻ. എവിടെ നിന്നും എവിടേക്ക് വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ ദൈവ മഹത്വത്തിനായി ജീവിക്കാം. വിശുദ്ധിയിലും ദൈവകൃപയിലും നിലനിന്ന് നിത്യതയുടെ തീരം അണയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.